സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ നിലപാട് കടുപ്പിച്ച് CPI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച 4 സീറ്റുകളിലും പരാജയം ഏറ്റുവാങ്ങിയതോടെയാണ് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് CPI ശക്തമാക്കിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് തന്നെ വേണമെന്നാണ് സംഘടനയുടെ നിലപാട്. ഇക്കാര്യം CPM നേതൃത്വത്തെ CPI അറിയിക്കുകയും ചെയ്തു. സമാന നിലയിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെയും രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ മറ്റു പദവികൾ നൽകുന്നതിൽ വിരോധമില്ല എന്ന നയമാണ് CPI സ്വീകരിക്കുന്നത്. ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം മാണി ഗ്രൂപ്പിന് നൽകി രാജ്യസഭാ സീറ്റ് CPIക്ക് തന്നെ നൽകണം എന്നാണ് പാർട്ടിയുടെ ആവശ്യം. VS അച്യുതാനന്ദൻ വഹിച്ച ഈ പദവി നിലവിൽ ആർക്കും നൽകിയിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് നിലപാട് CPI കടുപ്പിക്കുന്നത്. വയനാട്ടിൽ മത്സരിച്ച ആനി രാജ, തിരുവനന്തപുരത്ത് ജനവിധി തേടിയ പന്ന്യൻ രവീന്ദ്രൻ, തൃശൂരിൽ നിന്ന് പോരാടിയ VS സുനിൽകുമാർ, മാവേലിക്കരയിൽ കളത്തിലിറങ്ങിയ അരുൺകുമാർ എന്നിവരാണ് പരാജയം ഏറ്റുവാങ്ങിയ CPI സ്ഥാനാർത്ഥികൾ. 3 കോൺഗ്രസിനോട് പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ തൃശൂരിൽ BJPയോടായിരുന്നു തോൽവി. ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരെ കൂടാതെ CPMലെ എളമരം കരീമാണ് രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്ന മറ്റൊരാൾ. ഈ 3 സീറ്റുകളിൽ 2 സീറ്റാണ് LDFന് ഇനി വിജയിക്കാനാവുക. ഇതിൽ ഒരു സീറ്റ് CPM തന്നെ ഏറ്റെടുത്താൽ LDF ഘടകകക്ഷികളായ CPI, കേരള കോൺഗ്രസ് എം എന്നീ കക്ഷികളിൽ ആർക്ക് സീറ്റ് നൽകുമെന്നതാണ് ഇപ്പോഴത്തെ വിഷയം. RJD, NCP തുടങ്ങിയവരും രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നതും തലവേദനയാണ്. ഈ മാസം 25-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. UDF വിജയിക്കുന്ന സീറ്റ് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് നൽകിയിരുന്നു. ജനം, തിരുവനന്തപുരം.